ഹലോ ഹായ്, നമുക്കിന്ന് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ പീസ് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ 4 തേരുവശം ഇറക്കമായിട്ടാണ് നമ്മൾ പീസ് ഇട്ട് കൊടുത്താക്കുന്നത്. അങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ +2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി കൊടുക്കണേ. ഞാനിവിടെ എനിക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് നമ്മൾ ടേപ്പ് വെച്ചു. അത് കഴിഞ്ഞ് എനിക്ക് 40 + 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 42 ഇഞ്ചാണ് എനിക്ക് ലെങ്ത് വേണ്ടത്. അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാമേ. ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. കസ്റ്റമർക്ക് ഒത്തിരി കഴുത്ത് അകന്ന് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 2.5 ഇഞ്ച് ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കഴുത്ത് അകന്ന് പോകേണ്ടവർക്ക് 2.25 3 നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ 4 ഇഞ്ച് ഷോൾഡർ മാർക്ക് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് 2.5 ഇഞ്ച് + 4 ഇഞ്ച് നെക്ക് വിഡ്ത്ത് + ഷോൾഡർ അവിടെ 6.5 ഇഞ്ചാണ് നമുക്കിത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത്. അതാണ് നമ്മൾ കൈ കുഴിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അതാണ് ഇവിടുന്ന് ഷോൾഡർ അവിടെ നമ്മൾ കറക്റ്റ് 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അതവിടെ നമ്മളൊരു ബോക്സ് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കണേ. ബോക്സ് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കണം. ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് വണ്ണം നമുക്ക് കിട്ടുന്നത്. ചെസ്റ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ +4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ നമ്മൾ കൂട്ടി കൊടുക്കണം. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അവിടെ നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കൈക്കുടിയിൽ ഇവിടെ ചിലർക്ക് കൈക്കുടി വെട്ടുമ്പോൾ ചുളിവും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഈ ബോക്സ് പോലെ വരച്ചു കൊടുത്തുനിന്ന് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഈ പീസിൻ്റെ ഇവിടെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് നമ്മളിങ്ങനെ വരച്ച് കൊടുത്താൽ നമ്മുടെ വണ്ണത്തിൻ്റെ ആ വരുന്നിടത്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി അടുത്തായിട്ട് നമുക്ക് വണ്ണം കിട്ടേണ്ടത് നമ്മുടെ ഇടവണ്ണമാണ്. ഇടവണ്ണത്തിൻ്റെ അവിടെ നമ്മൾ 13ലാണ് ഷോളിൻ്റെ അവിടെ നിന്ന് 13 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മുടെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ +3 ഇഞ്ച് നമുക്ക് അവിടെ ലൂസ് മതി കേട്ടോ. നമ്മൾ ജസ്റ്റ് ഭാഗത്ത് 4 ഇഞ്ചാണ് ലൂസ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടെ ലൂസ് ഇട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ നമുക്ക് കൊടുക്കണേ. ഞാനിതവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ണം +1.5 ഇഞ്ച് തയ്യൽ തുമ്പേ. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണമാണ് വേണ്ടത്. സ്ലിറ്റ് ഞാനിവിടെ അവർക്ക് വേണ്ട സ്ലിറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 18 ആണ്. 18 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. + വണ്ണത്തിൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ കൂട്ടി കൊടുത്തു. പിന്നെ നമ്മൾ സ്ലിറ്റിന് വേണ്ടിയിട്ട് ഉള്ള തയ്യൽ തുമ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. ഈ താഴോട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലർ വീതി കൂടിപ്പോയി ചിലർ വീതി കുറഞ്ഞു പോയി എന്നൊക്കെ കംപ്ലയിൻറ്റ് പറയും. അതിനെന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ചെസ്റ്റ് ഭാഗത്ത് വന്നാക്കുന്ന വണ്ണം + നമ്മൾ തയ്യൽ തുമ്പ് കൂടെ കൂട്ടി എടുത്തിട്ടുണ്ടല്ലോ അതേ അളവ് തന്നെ നമ്മൾ താഴെ നമ്മൾ ഇത് ടോട്ടൽ ലെങ്ത് എടുത്തതിൻ്റെ അവിടെ ഈ എനിക്കിവിടെ 12 കിട്ടിയേക്കുന്നത്. അത് അവിടെ മാർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണേ. നമ്മളത് അവിടെ ഈ 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ഇട്ടിട്ട് മാർക്കാം. അവിടെ നിന്ന് നമുക്ക് ഈ താഴെ മാർക്ക് ചെയ്തേക്കുന്നതിലൂടെ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കാമേ. ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എല്ലാ ഭാഗവും ഒന്ന് മാർക്കിംഗ് ഒന്ന് കട്ടയായിട്ടൊന്ന് വരച്ചിട്ട് മാർക്കിംഗ് വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വണ്ണം കിടപ്പേണ്ട തയ്യൽ തുമ്പയിലാണ് നമ്മൾ മാർക്കിംഗ് കട്ടയായിട്ട് വരച്ച് എടുത്താക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ മാർക്ക് ചെയ്തുകൊണ്ട് നല്ല ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടിക്കോളുവേ. അങ്ങനെ നമ്മൾ ബോഡി പീസ് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാമേ. നമ്മളിവിടെ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് +1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി കൊടുക്കുന്നു. അവിടെ നമ്മൾ ഇങ്ങോട്ട് 10 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ 3.5 ഇഞ്ച് ഇങ്ങനെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വേണം നമ്മൾ ചെരിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുവാണേ. നമുക്ക് കൈക്കുഴി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലോട്ട് ഇടുന്നു. അവിടെ നിന്ന് + നമ്മുടെ കൈവണ്ണം എത്രയാണോ അവിടെ നിന്ന് 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്യാമേ. സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.